मैं विश्वास दिलाती हूँ पूरे देशवासियों को जो मेहनत जो लगन से हमने रेसलिंग में काम किया है, हम चाहते हैं कि देश के हर एक नागरिक को जो दर्द जो तकलीफ हमने झेली है, खासकर महिलाओं के लिए, हर एक उस महिला के साथ में हम खड़े हैं जो अपने आप को लाचार, अपने आप को बेबस समझती है, अपने लोगों का भला कर सकते हैं, चाहे कितना ही % हमारे हाथ में होगा वो हम करने की कोशिश करेंगे। और मैं अपनी बहनों को बताना चाहती हूँ कि आपकी बहन आपके साथ में है, किसी भी मुसीबत में, किसी भी पल, किसी भी क्षण आप ऐसे मत समझना कोई भी आपके साथ में नहीं है। जब कोई नहीं खड़ा होगा तो मैं आपके साथ में जरूर खड़ी रहूंगी, कांग्रेस पार्टी आपके साथ में जरूर खड़ी रहेगी। ये तो देश की बेटियों की जो आवाज उठाई उसका भुगतान हम कर रहे हैं, लेकिन ये चीज हमें पता लगी कि जो अत्याचार बेटियों पे हुआ जंतर मंतर पे, उसके साथ सिर्फ बीजेपी पार्टी खड़ी हुई और सभी पार्टी हमारे साथ खड़ी थी। जो देश में खिलाड़ियों के साथ, महिलाओं के साथ, किसानों के साथ, जवानों के साथ जो अत्याचार कर रहे हैं, आप उन लोगों को सपोर्ट कर रहे हैं। तो मैं यही बोलूँगा कि हम मिलके मजबूती से लड़ेंगे और जो संघर्ष की लड़ाई उसमें हम हमेशा कांग्रेस के साथ खड़े रहेंगे। और जो विनेश ने बोला कि हम हर जो महिला, जो बेटियां, देश की बेटियां हैं जिनके साथ अत्याचार होता है, हम उनकी आवाज हमेशा उठाते रहेंगे। രാജ്യാന്തര തലത്തിൽ തന്നെ തരംഗം സൃഷ്ടിച്ച് വിനേഷ് ഫോഗട്ടും ഇപ്പോൾ ബജ്രംഗ് പൂനിയയും രണ്ടുപേരും കോൺഗ്രസ് പാളയത്തിലെത്തിയിരിക്കുന്നു. പാർട്ടിയിൽ ഔദ്യോഗികമായി തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വം എടുത്തിരിക്കുന്നു. ഇത് ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം, കരുത്ത് അത് വളരെ വലുതാണ്. പ്രത്യേകിച്ചും മത്സര രംഗത്തേക്ക് നിലവിൽ എന്തായാലും വിനേഷ് ഫോഗട്ട് എത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഉറപ്പായിരിക്കുന്നത്. അത് ഏത് മണ്ഡലം എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. 2 മണ്ഡലങ്ങളുടെ പേര് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഒന്ന് ജുലാന, മറ്റൊന്ന് ദാദ്രി. ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയായി എത്തും. ഒപ്പം ബജ്രംഗ് പൂനിയ വിനേഷ് ഫോഗട്ടിനൊപ്പം തന്നെ എല്ലാ പ്രചാരണ ഘട്ടങ്ങളിലും ഉണ്ടാകും. ആത്മവിശ്വാസം പകർന്നുകൊണ്ട്, ഒപ്പം തന്നെ വലിയ രീതിയിലൊരു ഓളം സൃഷ്ടിച്ചുകൊണ്ട് ബജ്രംഗ് പൂനിയ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ളത് അത് സംസ്ഥാനത്തും അതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസവും കരുത്തും വളരെ വളരെ വലുത് തന്നെയായിരിക്കും. ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ ചടങ്ങിലായിരുന്നു ഇരുവരും പാർട്ടിയിൽ അംഗത്വമെടുത്തത്. KC വേണുഗോപാലിനും അതുപോലെ തന്നെ പവൻ ഖേരയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിലായിരുന്നു, അവരുടെ അധ്യക്ഷതയിലായിരുന്നു ഈ ചടങ്ങ് നടന്നത്. അതിൽ KC വേണുഗോപാൽ പറയുന്ന 1-2 വാക്കുകളുണ്ട്. പ്രത്യേകിച്ചും വലിയ പോരാട്ടങ്ങളിലൂടെയാണ് നേതാക്കൾ കടന്നു വരുന്നത്. ഈ 2 താരങ്ങളും വലിയ കടുത്ത പോരാട്ടങ്ങൾ നടത്തി അതിലൂടെ കടന്നു വന്നവരാണ്. മാത്രമല്ല BJPയുടെയും അതുപോലെ തന്നെ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ അവരുടെ എല്ലാം തുടരെ ഉണ്ടായിരുന്ന ആരോപണം, ഈ ഗുസ്തി താരങ്ങളുടെ സമരം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഗൂഢാലോചനയായിരുന്നു എന്നുള്ളത്, അതെല്ലാം തന്നെ വലിയ രീതിയിൽ നിഷേധിക്കുന്നുണ്ട് എന്തായാലും KC വേണുഗോപാലും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും. ഒപ്പം വിനേഷ് ഫോഗട്ട് രാജി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥയാണ്. അവിടെ നിന്നും രാജി സമർപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നത്. ഈ രാജി സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വിനേഷ് ഫോഗട്ടിന് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം രാജി സമർപ്പിക്കുന്നതിന് മുന്നായി തൊട്ട് മുന്നുള്ള ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്ന് പറയുന്നതാണ്. അങ്ങനെ കേന്ദ്രം ഇപ്പോഴും ഈ 2 പേരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും വിനേഷ് ഫോഗട്ടിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും വലിയ പിന്തുണ കോൺഗ്രസ് പാർട്ടി ഈ ഗുസ്തി താരങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ആത്മവിശ്വാസം അവരുടെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗുസ്തി താരങ്ങളുടെ സമരം മുതൽ തന്നെ അവർ കടന്നു വന്ന വഴികൾ, അവർ സൃഷ്ടിച്ച വിപ്ലവം, അതെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിൽ കരുത്തേകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ എന്തായാലും ഒരു പ്രതീക്ഷയായി നിലനിൽക്കുന്നത്. അതേസമയം സാക്ഷി മാലിക്കിൻ്റെ ഒരു പ്രതികരണം വരുന്നു. പ്രത്യേകിച്ചും ഒരു വിമിഷ്ടം പോലെ, അല്ലെങ്കിൽ അത്രത്തോളം തൃപ്തിയല്ല. പ്രത്യേകിച്ചും ഇവരുടെ 2 പേരുടെയും തീരുമാനം അത് അവരുടെ വ്യക്തിപരമാണ് എന്നുള്ള കാര്യമാണ് സാക്ഷി മാലിക്കിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വന്നിരിക്കുന്നത്. ബറോഡ ഹൗസിൽ വിനേഷ് ഫോഗട്ട് രാജി സമർപ്പിക്കാൻ പോയപ്പോൾ അവർക്കൊപ്പം സാക്ഷി മാലിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ശേഷം വന്ന ആ ഒരു വിശദീകരണം, അവരുടെ പ്രതികരണം എല്ലാം തന്നെ വലിയ രീതിയിൽ അത്ര തൃപ്തിയില്ല എന്നുള്ളതായിരുന്നു സാക്ഷി മാലിക്കിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടാകുന്ന പ്രഡിക്ഷൻസ്, പ്രതീക്ഷ അതെല്ലാം തന്നെ കൃത്യമായിരിക്കുന്നു. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള പ്രചരണങ്ങൾ, സ്ഥാനാർത്ഥിത്വം അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഈ അംഗത്വം അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര വലിയ ബൂസ്റ്റ് നൽകും എന്നുള്ള കാര്യമാണ് എന്തായാലും നിലവിൽ നമുക്ക് കാണാനുള്ളത്. ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനം സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.